ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് പോകണം കേട്ടോ. വലിയ ഓഫ് റോഡൊന്നും അല്ല, അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡാണ് ഗൈസ്. പിന്നെ നല്ലൊരു വണ്ടിയും കൊണ്ട് പോകണം, അത്രയേ ഉള്ളൂ. നല്ല എൻജിനൊക്കെ കയറ്റി വീലൊക്കെ നല്ല ടയറൊക്കെ ഓഫ് റോഡ് ടയറൊക്കെ ഇട്ട വണ്ടിയും കൊണ്ട് ഇതിനകത്തൂടെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റേ റോഡ് ടയറും കൊണ്ട് മറ്റേ സ്പോട്ട് ടയറും കൊണ്ടൊന്നും പോയിട്ട് ഒരു കാര്യമില്ല, കിടന്ന് പാളിക്കളിയും. ഇപ്പോൾ ഗൈസ്, ഈ സ്പോട്ടെന്ന് പറയുന്നത് നമ്മുടെ മൗണ്ടെയിനിൽ നിങ്ങൾ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ഒരു പമ്പ് സെറ്റപ്പൊക്കെ ഉള്ളത്, അവിടെ നേരെ നമ്മൾ ഇടത്തോട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് ഒന്ന് ഇടത്തോട്ട് ഞാൻ കാണിക്കുന്നുണ്ടോ, ആ വഴി നേരെ അങ്ങ് പോകുമ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്, ജസ്റ്റ് ഓഫ് റോഡ് പോലെ. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ വേറെ അപ്പുറത്തൊരു അത്യാവശ്യം ചെറിയ ഇതുപോലത്തെ റോഡുണ്ട്. പക്ഷേ അതിലും ഒരു ഓഫ് റോഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചില്ല് വേണ്ട കേസ്. അപ്പം ഇതാണ് എനിക്ക് തോന്നി ബെസ്റ്റ് വഴി. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നേരെ വലത്തോട്ട് കയറുക. ഇവിടെ വഴിയൊന്നുമില്ല, നമ്മൾ തന്നെ വേണേൽ വഴി വെട്ടി പോക്കണം കേട്ടോ. അപ്പം ഈ വഴി ഇതെന്ന് പറഞ്ഞാലും വണ്ടിയെ സ്നേഹിക്കുന്നവരിത് കാണാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി പൊളിയായില്ലേ പൊളിക്കുന്നത്, വണ്ടിയൊക്കെ ഇടിച്ച് നാശമായി കൈസ്. പിന്നെ ടയറും ആ എൻജിനും മേടിച്ച് വെച്ചതുകൊണ്ട് നല്ല പോലെ വണ്ടി അങ്ങ് കയറി വന്നു, അതുകൊണ്ട് ഒരു സീനില്ല ഗൈസ്. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ ചെറിയൊരു പാടാണ്, അവിടെയും അടി തട്ടും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ട് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ അങ്ങ് ഇറങ്ങുവാണ് കേട്ടോ. എന്നാലും അടി തട്ടും ഗൈസ്, കണ്ടില്ലേ തട്ടിയത്, ചുമല കളർ കാണിച്ചില്ല. എൻ്റെ പൊന്ന് ഗൈസ്, ഇതിനെ അനങ്ങാത്ത ഗൈസ്. ഞാൻ വിചാരിച്ചു സാധാരണ തട്ടിക്കഴിയുമ്പോൾ വണ്ടി റിവേഴ്സ് വരുമല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിവേഴ്സൊന്നും വന്നില്ല ഗൈസ്, പതിയെ വന്നു ഗൈസ്. അപ്പോൾ എന്നുള്ള നമുക്ക് വ്യൂ വെച്ച് കൂട്ടിയിട്ട് പോവാം ഗൈസ്. ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു ടേണിങ് ആണ്, ഇവിടെ ഇടിച്ച് കയറ്റണം വണ്ടി, എന്നാലേ ഇവിടെ കയറത്തുള്ളൂ. കണ്ട അവിടെ ഒരു കട്ടിങ് ആണ്. നമ്മൾ സാധാരണ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇടിച്ച് കണ്ടില്ലേ, ഇപ്പം ഞാൻ കയറ്റുവാണെങ്കിൽ ഈസി ആയിട്ട് കയറിപ്പോവും. അപ്പം ഞാൻ ഫുള്ള് കൈ കൊടുത്താണ് കേസ്, വണ്ടി കിടന്ന് പാളിപ്പോവും. നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ പയ്യെ കൊടുത്താൽ മതി കേസ് വണ്ടി. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പക്ഷേ ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്താ നല്ലൊരു ടയറും ഒരു എൻജിനും ഉണ്ടെങ്കിൽ പയ്യെ കൊടുത്താൽ മതി, സൂപ്പറായിട്ട് കയറിപ്പോക്കോളും. മുമ്പേ ഞാൻ താഴത്തെയാണെന്ന് തോന്നുന്നു, ഒരു കയറ്റം കയറി സെക്കൻഡ് ഡേയിലാണ് കയറി വന്നത്. ഇപ്പോൾ കേസ് ഇവിടെ നിന്ന് കുറച്ചുകൂടിയേ ഉള്ളൂ, പക്ഷെ ഇവിടെ പോകുന്ന ടാസ്ക് ആട്ടാ, നല്ല രീതിക്ക് ടാസ്ക്കാണ് ഇവിടെ കയറുന്നത്. ഇവിടുന്ന് താഴോട്ട് വേറെ ഒരു കുഴി, അത് കഴിഞ്ഞ് അടുത്ത മലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതിപ്പോൾ ഒന്നാമത്തെ മലയാണിത്. നമ്മൾ അടുത്ത് കാണുന്ന മലയിലോട്ടാണ് പോകുന്നത്. എൻ്റെ ശരി, പോവാം. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, വണ്ടിയെ സ്നേഹിക്കുന്നവർ ഇത് കാണാതിരിക്കുക. വണ്ടി അമ്മാതിരി കണ്ടില്ലേ, പോകുന്ന പോക്കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെ തിരിയുന്ന ശ്രദ്ധിക്കുക. ഈ ഇടത്തെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും, മറ്റേ വേൾഡ് എൻഡ് എന്നും പറഞ്ഞ് കാണിക്കും. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ വലത്തെ സൈഡിൽ കൂടെ കയറുക. അത് ഈ പച്ച കളർ സാധനം കാണുന്നതോടെ കയറ്റി കഴിഞ്ഞാൽ അവിടെ കുഴിയാണ് കഴിച്ച്, അവിടെ അടി തട്ടും. ഞാൻ ഈ കയറുന്ന വഴിക്ക് തന്നെ കറക്റ്റ് പോവുകയാണെങ്കിൽ വണ്ടി കയറിപ്പോക്കോളും കേസ്. ഇത് കണ്ടില്ലേ, കറക്റ്റ് കയറിപ്പോകുന്നുണ്ട് ചെറുക്കൻ. ഓഫ് റോഡ് ടയർ ആയതുകൊണ്ടാണ് കേസ്, ഇല്ല ഇങ്ങനെയൊന്നും കയറുകയല്ല. വല്ല മറ്റേ റോഡ് ടയറോ സ്പോട്ട് ടയറോ വല്ലതും ആണെങ്കിൽ അവിടെ കിടന്ന് ഇറങ്ങത്തുള്ളൂ. കണ്ടില്ലേ, കുന്നൊക്കെ സിമ്പിളായിട്ടാണ് കയറിപ്പോണത് കേസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എന്തോ 10-20 പേരെന്തോ കണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഈ ലൈവ് അങ്ങോട്ട് പോസ്റ്റ് ആവുന്നില്ല ഗൈസ്, അതാണ് വിഷയം. ലൈവ് കഴിഞ്ഞിട്ട് അന്നേരം ലൈവ് കട്ടായി പോവുക, അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. സിനിമ പോയിട്ട് ചിലപ്പോഴാണെങ്കിൽ നമ്മൾ വൈകിട്ട് 12 മണി കഴിഞ്ഞ് നമ്മൾ സ്ട്രീം വരുന്നതായിരിക്കും കേട്ടോ. ഒന്ന് BGMI ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രീം വരും തന്നെയാണെങ്കിലും ലൈവ് സ്ട്രീം. ഒന്നെങ്കിൽ BGMI ആയിരിക്കും, അല്ലെങ്കിൽ CPM ആയിരിക്കും. അപ്പോൾ ഇച്ചിരി സ്പേസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് നികത്തി വരുന്നുള്ളൂ ഗൈസ്. അപ്പം ഇതാണ് സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി ഒന്നും കയറാനും പോകാനും ഒന്നും ഇല്ല. പിന്നെ ഇവിടെ നമ്മൾ പാർക്കിങ് ഇങ്ങനെ കൊണ്ടിടുവാണെങ്കിൽ വണ്ടി അവിടെ കിടന്നു ഉരുണ്ട് പോകുന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. ഇതിപ്പോൾ കണ്ടില്ലേ, എന്ത് ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്നുണ്ടോ. നമുക്ക് ഇച്ചിരി കൂട്ടിയിടാം, അപ്പം നല്ലപോലെ എല്ലാം കാണാമല്ലോ.
ഗൈസ് നമുക്കൊന്ന് ഡ്രോൺ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ പൊന്ന് ഗൈസ് എന്ത് കിടുക്കാച്ച് വ്യൂ ആണെന്ന് നോക്ക്. നമ്മുടെ വണ്ടി കിടക്കുന്ന നോക്ക് ഗൈസ് നിങ്ങൾ. എൻ്റെ മോനെ ഓ ഗൈസ്. അപ്പം നമ്മൾ ആ മലയിൽ നിന്നാണ് കേട്ടോ വന്നത്. അങ്ങറ്റത്ത് കാണുന്ന മല കണ്ടോ, ആ മലയിൽ നിന്നാണ് ഗൈസ് നമ്മുടെ ചെറുക്കൻ ഇവിടെ വരെ കയറി വന്നത്. ഓ ഗൈസ് സത്യം ഞാൻ വിചാരിച്ചത് ഈ മല കയറാൻ പാടാന്ന്. നമ്മളിപ്പോൾ ഈ അവസാനം കയറി മല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ലൊരു ഹില്ല, അത് കണ്ടോ അവിടെ കയറുന്ന കണ്ടോ, ഒരു റൗണ്ടിൽ അസൽ റൗണ്ടിൽ പണിത് വെച്ചേക്കുന്നവരും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രോൺ ഷൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ചെറുക്കങ്ങളെ കിടക്കുന്ന നോക്ക്, ഏത് വൈബെന്ന് നോക്ക്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇന്നലെ കിട്ടിയൊരു വണ്ടിയാണ്. ഇത് ചുമ്മാ ഓഫ് റോഡ് കൊണ്ടുപോയിട്ടിരുന്നതാണ് കേട്ടോ. ഇന്ന് പൈസ ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു i7 കിടപ്പുണ്ട്, i7 എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പം ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കുറവാണ്, ലൈക്ക് അടിക്കുക ഗൈസ്. നമ്മൾ ലൈവ് ഇടുന്നതായിരിക്കും കേട്ടോ എന്നും. ഇനി നാളെയോ തൊട്ട് സ്ഥിരം ലൈവ് കാണും. പിന്നെ ഞാൻ പറഞ്ഞില്ല ഗൈസ്, മന്ത്ലി ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ള കാരണം മന്ത്ലി നമുക്കൊരു 3 ദിവസം ബ്രേക്ക് എടുക്കേണ്ടി വരും. അത്രയോ സീനേ ഉള്ളൂ, വേറെ ഒരു ദിവസമില്ല. നമ്മൾ എന്നും ലൈവ് ഇടും. ബൈ ബൈ ഗൈസ്.